ചേച്ചിയില്ലേ? ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. നീയായിരുന്നോ? ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ടപ്പോൾ കയറി വിളിച്ചതാ. സംഭാവനക്കാരെ കൊണ്ട് തോറ്റടാ. ഇന്നലെ തന്നെ ഒരു പള്ളിയിലച്ചൻ വന്നിരുന്നു. എന്തോ അനാഥ മന്ദിരം പണിയാണെന്ന് പറഞ്ഞിട്ട്. വസന്തയുടെ സ്വഭാവം അറിയാലോ, ചോദ്യമില്ല ഉത്തരവില്ല. അപ്പം തന്നെ 5 ലക്ഷം രൂപ എഴുതി കൊടുത്തു. ചേച്ചിക്ക് സുഖം തന്നെയല്ലേ? ഓ എന്ത് സുഖം. ഈ വീടിൻ്റെ പണി കഴിയുന്നവരെ വരെ ഭയങ്കര ടെൻഷനാണ് എൻ്റെ പ്രകാശ. അതുകൊണ്ടല്ലേ അമ്മയെ കാണാൻ പോലും വരാൻ പറ്റാത്തത്. കണ്ടില്ലേ, കപ്പലിൻ്റെ മോഡലിലാണ് പണിയുന്നത്. വസന്തേട്ടന് കപ്പൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ നിനക്ക് പഴയ പോലെ തന്നെ ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ അല്ലേ? ചേച്ചിയുടെ ഒരു ജോലി ശരിയായിട്ടുണ്ട് ചേച്ചി. ഉഗ്രൻ ജോലി, ജർമ്മനിയിൽ. പക്ഷേ ചേച്ചി അളിയനും ചെറുതായിട്ടൊന്ന് കനിയണം. എങ്ങനെ? ചേച്ചിക്ക് കാശ് ശരിയായിട്ടില്ല. ഒരു 3 ലക്ഷം രൂപയുടെ കുറവുണ്ട്. ശമ്പളം കിട്ടിയ ആദ്യം ആ കാശ് ഞാൻ തിരിച്ചു. പക്ഷേ വസന്തേട്ടനോട് പറഞ്ഞ് ചേച്ചി ഇതൊന്ന് ശരിയാക്കി തരണം. ഇന്നലെ നീ എവിടെയായിരുന്നു? ഇന്നലെ എവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങോട്ട് വരായിരുന്നു? ഇന്നലെ എറണാകുളത്ത് നിൽക്കും. അത് എൻ്റെ കുറ്റമാണോ? എടാ, ഇന്ന് രാവിലെയാണ് ലംബോർഗിനി വാങ്ങാൻ തീരുമാനിച്ചത്. കയ്യിലുണ്ടായിരുന്ന കാശെടുത്ത് അപ്പം തന്നെ അഡ്വാൻസും കൊടുത്തു. ലംബോർഗിനി നന്ദിനി എന്നൊക്കെ പറയുന്ന പോലുള്ള പശുവല്ലേ? നാടനാണെങ്കിൽ വെച്ചൂരും കാസർഗോഡ് കുള്ളനൊക്കെയാണ്. ലംബോർഗിനി പശുവോ? എടാ പൊട്ട, ലംബോർഗിനി എന്ന് പറഞ്ഞാൽ വലിയ പണക്കാർ മാത്രം വാങ്ങുന്ന കാറാ. 2.5 കോടിയാ വില. എനിക്ക് 3 ലക്ഷം രൂപയുടെ ആവശ്യമുള്ളൂ. നടക്കില്ല പ്രകാശ. വസന്തേട്ടൻ കാശൊക്കെ ബിസിനസ്സിൽ ഇട്ടേക്കുക. നീ ചെല്ല്. ലംബോർഗിനിയെ പറ്റിയാണ്. നീ ബൈക്ക് വിറ്റു അല്ലേ? പിന്നെന്ത് ചെയ്യാൻ? അമ്മയെ ലക്ഷത്തിൽ ഒരാൾക്ക് പോലും കിട്ടുന്ന വിസ അല്ലത്. നിന്നെ തീരെ വിശ്വാസമില്ലാത്തോണ്ട് ചോദിക്കുക. നിനക്ക് ശരിക്കും വിസ കിട്ടുമോ? എൻ്റെ നെഞ്ച് പിളർന്ന് കാണിച്ചു തരട്ടെ. എനിക്ക് നിന്റെ പൂർവ്വകാല ചരിത്രം അറിയാലോ. തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ അയാൾക്ക് ഒരിക്കലും നന്നാവാൻ പാടില്ല. ഞാൻ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാം. അതും നീ പലതവണ ചെയ്തതാ. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എൻ്റെ കണ്ണടയുന്നതിന് മുൻപ് നീ ഒന്ന് നന്നായി കണ്ടാൽ മതിയായിരുന്നു. വേറെ വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് കയറിയതാണെങ്കിലും പ്രദീപന്റെ ഭാര്യ ഉണ്ടല്ലോ, നല്ല മനസ്സാ. നീ ഒന്ന് രക്ഷപ്പെട്ടാ മതിയെന്ന് അവക്ക്. പ്രദീപൻ അറിയാതെ അവളുടെ പേരിലുണ്ടായിരുന്ന ചിട്ടി പിടിച്ചു. ചുരിദാറും ഉടുപ്പൊക്കെ തയ്ച്ചു കിട്ടിയ കുറച്ച് പണം എൻ്റെയിലും ഉണ്ട്. താങ്ക് യു. എത്ര കാണും? काम करने आया तो काम करो, मोबाइल में टाइम पास मत करो. दोबारा कंप्लेंट नहीं आना चाहिए, समझा? गोपाल जी, मैं तो ए, मोबाइल चुप रहो, सब जाओ जाओ काम करो. ആ ഇതെങ്ങനെ ഇവിടെ? വണ്ടി കണ്ടപ്പോൾ തോന്നി ആളുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന്. എന്താ പുതിയ തട്ടിപ്പ്? തട്ടിപ്പ്? ഗോപാൽജി എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നല്ലാതെ. വണ്ടി കയറി. എല്ലാം ഞാൻ വിശ്വസിച്ചു. പക്ഷെ 1 ലക്ഷം പോയിട്ട് 1 രൂപ പോലും തരാൻ എൻ്റെ ഇല്ല. ഗോപാൽജിയെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ വിചാരിച്ചാൽ പിന്നെന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ബൈക്ക് വിറ്റു. അമ്മ ഉള്ളതെല്ലാം നുള്ളിപ്പുറക്കി തന്നു. ഇതും കൂടെ കിട്ടിയില്ലെങ്കിൽ സലോമിയുടെ വിസ ക്യാൻസലാവും. ഞാൻ പെരുവഴിയിലും ആവും. ഒരു തിരിമറി കൂടി വന്ന 1 മാസം. അപ്പോഴേക്കും പോപ്പിന്റെ സമ്മേളനം കഴിഞ്ഞാൽ ഇറ്റലിക്കാരിങ്ങ് വരുമല്ലോ. എൻ്റെ അച്ഛന് ഗോപാൽജി എന്ത് ഇഷ്ടമായിരുന്നു. ഞാനെന്ന് ചെറിയ കുട്ടിയാണ്. അച്ഛൻ എന്നും വീട്ടിൽ വന്ന് പറയും ഗോപാൽജിയെ പറ്റി. ആ ഇഷ്ടം കൊണ്ടാണല്ലോ മലമ്പുഴ കാണാൻ പോകാൻ അന്ന് കാശ് തന്നത്. അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇല്ലാത്ത കാശ് ഞാൻ എവിടെ നിന്ന് എടുത്തു തരും? ആവശ്യക്കാരന് ഔചിത്യമില്ല എന്നല്ലേ പറയാറ്. ഔചിത്യം ഇല്ലാത്തവനെ അപ്പം തന്നെ അടിക്കണം എന്നും പറയാറുണ്ട്. ആ ചൊല്ലി ഞാൻ കേട്ടിട്ടില്ല. പുതിയല്ല. അല്ല, ഈ ടി വിയിലൊക്കെ പരസ്യത്തിൽ പറയാറുണ്ടല്ലോ, വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന്. ഗോപാൽജിയുടെ വീട്ടിൽ കുറച്ച് സ്വർണം വെറുതെ ഇരിപ്പുണ്ടാവുമല്ലോ. എൻ്റെ വീട്ടിലില്ല, അതാ പരസ്യം പറയുന്നവൻ്റെ വീട്ടിൽ കാണാം. അന്ന് കല്യാണത്തിന് പോകാൻ വന്നപ്പോൾ ചേച്ചിയുടെ കാര്യത്തിലുണ്ടായിരുന്ന മാല അതൊരു 5-5 പവൻ കാണത്തില്ലേ? അത് നോക്കി വെച്ചു അല്ലേ? അത് വിറ്റാ 1 മാസത്തിനോ അതിനേക്കാളും നല്ല ഒരെണ്ണം വാങ്ങാം. അതവിടെ തരില്ല, ബേറിലുള്ള ചേട്ടൻ വാങ്ങിച്ചു കൊടുത്തതാണ്. പറയുന്നത് തെറ്റാണോന്ന് അറിയത്തില്ല. ഇതൊരു ജീവൻ മരണം പോരാട്ടം ആയതുകൊണ്ട് പറയാ ഗോപാൽജി. ചേച്ചി അറിയാതെ എടുത്തു തരാൻ പറ്റുമോ? അത് ശരി. മോഷണം. ഇതെങ്ങനെയാ മോഷണമാകുന്നത്? ഗോപാൽജി ഒന്ന് ആലോചിക്കും. സ്വന്തം ഗുരുനാഥന്റെ മകന്റെ ജീവിതമാണോ വലുത്, 1 മാസത്തിനകം തിരിച്ചു കൊടുക്കുന്ന സ്വർണ്ണമാലയാണോ വലുത്? അതല്ല പ്രശ്നം. ഞാൻ ഇന്ന് വരെ എൻ്റെ ഭാര്യയെ വഞ്ചിച്ചിട്ടില്ല. നിങ്ങളൊരു ഭർത്താവാണോ? സ്വന്തം ഭാര്യയെ വഞ്ചിക്കാത്ത ഏതെങ്കിലും ഒരു ഭർത്താവ് ഇന്ന് കേരളത്തിലുണ്ടോ? പ്രകാശ, ഉറപ്പൊന്നും തരാൻ പറ്റില്ല.
ഞാൻ ശ്രമിച്ചു നോക്കാം. അത് മതി, അത് മതി. ഗോപിയേട്ടനായിരുന്നോ? ഞാനങ്ങ് പേടിച്ചു പോയി. ഞാൻ ബിന്ദൻപറയുടെ പാസ്പോർട്ട് ഇവിടെ എവിടെയോ വെച്ചിരുന്നു. എപ്പോ വന്നു? ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. വരുമ്പോൾ പടക്കം പൊട്ടിക്കാൻ ഞാൻ മറന്നുപോയി. കുറച്ച് ചായ തരുമോ? സാധാരണ ബുധനാഴ്ച വരാറില്ലല്ലോ. സത്യത്തിൽ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. പിന്നെ പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ ഫോട്ടോ അയച്ചു തരത്തില്ലായിരുന്നോ? ഫോട്ടോ പോലെയാണോ നേരിൽ കാണുന്നത്? അപ്പൊ പാസ്പോർട്ട് എടുക്കാൻ വന്നാന്ന് പറഞ്ഞതോ? കൂട്ടത്തിൽ പാസ്പോർട്ട്? എന്താ ഒരു ശബ്ദം കേട്ടല്ലോ? നിന്റെ അച്ഛനും മതം പൊട്ടിയതാ. മതം പറഞ്ഞാൽ എന്താ വെച്ചാ? മതം എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ? ഇസ്ലാം മതം, ക്രിസ്തു മതം, ഹിന്ദു മതം. അതെങ്ങനാ പൊട്ടുന്നേ? നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ? ചെല്, എനിക്കൊന്ന് ഉറങ്ങണം. അച്ഛാ, ഒരു കാര്യം പറയട്ടെ. എന്ത്? ഇത്തവണേ കന്യാകുമാരിയിലേക്കാണ് ഞങ്ങളുടെ എക്സ്കർഷൻ. അതിന് അല്ല, എവിടേക്കായാലും അതിനുള്ള ചെലവ് ഞാൻ തരും. പണ്ടുള്ള മലമ്പുഴയുടെ ഒരു കുരിശ് ഇതുവരെ തീർന്നിട്ടില്ല. തൽക്കാലം നീ ചെല്ല്, എനിക്കൊന്ന് ഉറങ്ങണം. ചായക്ക് മുമ്പ് ഇതങ്ങ് കഴിക്കേ. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നീ ഒരു സിനിമ കണ്ടിട്ട് നാളെത്രയായി? നല്ലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, കുറുനരി. പോയി കണ്ടോളൂ. ഇപ്പോഴോ? ഫസ്റ്റ് ഷോ തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. പിള്ളേരെയും വിളിച്ചോ, എനിക്ക് ആ സമയത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. അത് ശരി. ഗോപിയേട്ടനില്ല സിനിമ കാണാൻ പോവാനോ? എന്താ പ്രശ്നം എന്നറിയോ? ഗോരഖ്പൂരിലെ തൊഴിലാളികൾ ട്രെയിൻ ഇറങ്ങിയത് പുറത്ത് 3 മണിക്കാണ്. എല്ലാത്തിനെയും ബാഗ് വെച്ച് ഉറക്കിയപ്പോഴേക്കും നേരം വെളുത്തു. ഞാൻ ഉറങ്ങിയില്ല. അവിടെ ഉറങ്ങും ബംഗാളികളുടെ ശല്യം. സിനിമയ്ക്ക് പോകുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഈ വാതിൽ നടക്കട്ടെ. ഒരു മിനിറ്റ് ചായ എടുക്കട്ടെ. പഴമുണ്ടല്ലോ, ചായ വേണ്ട, ഞാൻ ഉറക്കട്ടെ. ഗോപിയേട്ടന് എന്ത് പറ്റി? വാതിലടിക്കുന്നു, ചായ വേണ്ടെന്ന് പറയുന്നു. പുതിയ ശീലങ്ങളാണല്ലോ. നീ ഒന്ന് പോകുന്നുണ്ടോ? 3 ലക്ഷം കൃത്യമായിട്ടുണ്ട്. ഓ, ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. സിൽവിമോ വരാൻ വൈകിയപ്പോൾ ആകെ പേടിച്ചിരിക്കുമായിരുന്നു. കുറേ ബുദ്ധിമുട്ടി കാണുമല്ലേ? ഓ, ബൈക്ക് പറ്റൂ, പിന്നെ കുറച്ച് അമ്മ വന്നു. അല്ല, അനാഥ മന്ദിരത്തിലെ മദർ അമ്മ, അവർ ബൈക്കിലാണ് സഞ്ചരിക്കുന്നത്. അത് വിറ്റു. പിന്നെ ഞാനായതുകൊണ്ട് തിരിച്ചു ചോദിക്കില്ല. എന്നാലും എത്രയും വേഗം നമുക്ക് ഈ പണം തിരിച്ചു കൊടുക്കണം. അതിന് പ്രയാസമില്ലല്ലോ. ഇറ്റലിയിൽ നിന്ന് മാർഗരറ്റിങ് വന്നാൽ പോരെ? ആ മോളെ, പറ്റിയ ഇന്ന് തന്നെ ബാംഗ്ലൂർ പോവാ വിസ വാങ്ങാൻ. ശരി. അപ്പോഴേ സെൽവിമോനെ, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ 17-ാം തീയതി തന്നെ നിങ്ങളുടെ കല്യാണം രജിസ്റ്റർ ചെയ്യാം. എല്ലാം കർത്താവിൻ്റെ കൃപ. മോൻ അകത്തോട്ട് വാ, നമുക്ക് എല്ലാവർക്കും കൂടി കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ഒന്ന് പ്രാർത്ഥിക്കാം. അതെ, ഞാനേ രാവിലെ 2 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. ഒന്ന് അത്യാവശ്യമായിട്ട് എയർപോർട്ടിൽ പോകണം. പഴയൊരു ഫ്ലൈറ്റ് ഫ്രണ്ട് വരുന്നുണ്ട്. വൈകി ഞാൻ വിളിക്കാം.